ഒരിക്കലും ഒരു കുടുംബത്തിൽ ഇങ്ങനെ നടക്കില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് ഇവിടെ നടന്നത്. നീ പ്രത്യേകിച്ചും ഇവനിങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലടാ നിങ്ങൾ. അത് പോട്ടെ, 10-15 വർഷമായിട്ട് നിന്റെ പെങ്ങളെ നോക്കണമല്ലടാ അവൻ. നീ വേണേ 2 കൊടുത്തോ, അതിന് കുഴപ്പമില്ല. ആളെ വിട്ട് തല്ലിക്ക്. എവിടെ നടന്ന് എൻ്റെ പോലീസ് ബുദ്ധിയിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത്? അവന് ഇപ്പൊ ദൈവം സഹായിച്ചതേ പറ്റുള്ളൂ. അവന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? നിന്റെ പെങ്ങളുടെ കുട്ടി കാര്യം നീ ആലോചിച്ചാണ്. ആ 2 പാവങ്ങള് മരണം നോക്ക്. അവരുടെ മക്കളാണോ നിങ്ങള്? ചോറ് വാരി തിന്നാൻ പറ്റാതാക്കി. കണ്ണി ചോറില്ലാത്ത രീതിയിൽ അടിച്ചത്. മാമ ഇങ്ങനെ ചെയ്യുന്നോട് ആരും വിചാരിച്ചില്ല കേട്ടോ. മക്കളെ മാമനല്ല. ഇത് എത്ര പ്രാവശ്യം എല്ലാരോടും പറയുന്നു ഞാനല്ല എന്ന്. ഇവനുണ്ടല്ലോ, ഇവന് ബന്ധവുമില്ല, സ്വന്തവുമില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല. മേലും കീഴ് നോക്കാതെ ഇവ ഈ നല്ല ഇതിലപ്പുറവും ചെയ്യും. നീ ആലോചിക്കണോ ഇതിന്? ഇത് ഞാനല്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളടുത്ത്? നീ വെല്ലുവിളിച്ചില്ലേ? നീ എന്നെ വെല്ലുവിളിച്ചില്ലേ? അത് ചുമ്മാ വെറുതെ. ഈ ഞാനും വെറുതെ. ഓ, ഇതാണോ വെറുതെ? ഇതാണ് നിന്റെ വെറുതെ നേരം പോക്ക്. എടാ നീ അല്ലാണ്ട് പിന്നെ എങ്ങനെയാടാ കൃത്യമായിട്ട് ഈ വീട് മനസ്സിലാക്കിയിട്ട് അവൻ എന്നെ കണ്ടുപിടിച്ച് തല്ലണ്? എവന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. അല്ല ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ അമ്മാവാ, പറയാൻ പറ്റാത്ത പല സ്ഥലത്തും ചതവും മുറിവൊക്കെ ഉണ്ട്. എടാ അങ്ങനെ ഉണ്ട്. ഞാൻ ആളെ വയ്ക്കേണ്ട കാര്യം നിന്റെ അടുത്ത് ചെയ്യേണ്ട ഞാൻ ചെയ്താ പോരെ? അയ്യോ, ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പുറത്തുനിന്ന് ആളെ വെച്ച് തല്ലിക്കാൻ തുടങ്ങി. ആര്? ഏട്ടൻ തന്നെ. പിന്നെ ആരാണ്? നീ എന്റെ കാര്യം അറിയാൻ സംസാരിക്കല്ലേ? ഒരു നിമിഷം നീ എവളോ ഓർക്കാത്തത്? എന്റെയും പൊന്നുവളെ ഓർക്കാത്തത്ര. എടാ അവനെ പോലെ തന്നെ നീ ആയാലോ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അത് വിട്. ആര് മറക്കും? ഞാൻ മറക്കൂല. നിങ്ങളൊക്കെ മറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ മുറിവാണിത്. ഇതൊരിക്കലും ഞാൻ മറക്കൂല. യവനെ ഈ പോലീസിൽ നിന്ന് എടുത്ത് കളഞ്ഞിറങ്ങി നോക്കിക്കോ അമ്മാവാ. പരാതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ. നീ ജോലിയിൽ ഇരിക്കില്ല.